മാർച്ച് 2020 നടന്ന കേരള ഹയർ സെക്കൻഡറി +2 പരീക്ഷയുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യ സെക്ഷനുകൾ എ, ബി ആൻഡ് സി നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മുടെ 24th മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിലെ ആദ്യ 3 ക്വസ്റ്റ്യനുകൾ 4 മാർക്ക് വെച്ചുള്ള ക്വസ്റ്റ്യനുകളാണ്. അതിൽ ഒരു ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് ഓൺലി 2 ക്വസ്റ്റ്യൻസ്. 27 മുതൽ 30 വരെയുള്ളത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ചോയ്സ് ആയിട്ടുണ്ട്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം. 5 മാർക്ക് വെച്ചാണ് ഓർക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. The 3 capacitors of capacitance 2pf, 3pf and 4pf are connected in parallel. The first one, write the SI unit of capacitance. So we know the concept as നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ എന്ന് പറയുന്നത് Q is equal to C into V. സോ വി ക്യാൻ റൈറ്റ്, നമുക്ക് സിക്ക് പകരമായിട്ട് ചാർജ് ബൈ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് മീൻസ് സിമ്പിളായിട്ട് കൂളം പെർ വോൾട്ടാണ് നമുക്കതിൻ്റെ യൂണിറ്റ് എന്നും 1 കൂളം പെർ വോൾട്ട് എന്ന് പറയുന്നത് ഫാരഡ് ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദ SI യൂണിറ്റ് ഫോർ കപ്പാസിറ്റൻസ്. രണ്ടാമത്തെ പാർട്ട് പറയുന്നത് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 കപ്പാസിറ്റൻസും കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ്. ആസ് സോ വി ക്യാൻ റൈറ്റ് C1, C2 ആൻഡ് C3. നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ സി എഫക്റ്റീവ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് C1 + C2 + C3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 2 + 3 + 4 PF ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 9 PF ആണ് ആൻസറായിട്ട് കിട്ടി. അതിലെ മൂന്നാമത്തെ പാർട്ട് പറയുന്നത് ഡിറ്റർമിൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 100 വോൾട്ട് സപ്ലൈ. അപ്പോൾ നമുക്ക് ഉള്ള ഈ കപ്പാസിറ്റൻസിലെ നമ്മുടെ സർക്യൂട്ടിലേക്ക് ഓരോ കപ്പാസിറ്റൻസിനെയും നമുക്ക് മാർക്ക് ചെയ്താൽ C1, that is C2 and C3. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 3 കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നറിയാം. സോ നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് എ 100 വോൾട്ട് സപ്ലൈ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ 3 കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിലുമുള്ള ചാർജസ് നമുക്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ആസ് Q1, ദിസ് ഈസ് എസ് Q2 ആൻഡ് ദിസ് ഈസ് എ Q3. സോ നമുക്കറിയാം Q1 എന്ന് പറയുന്നത് അവിടുത്തെ കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ. സോ സിമ്പിളായിട്ട് C1 എന്ന് പറയുന്നത് 2 × 10⁻12 ഫാരഡ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആസ് 100. സോ വി ഗെറ്റ് ആസ് 2 × 10⁻⁻10. സോ ദാറ്റ് മച്ച് കുളം. സിമിലർ വേയിൽ Q2 എന്ന് പറയുന്നത് C2 × V. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁻12 × 100. So we get the answer as 3 × 10⁻⁻10 coulomb. Similarly, Q3 is equal to potential capacitance. Capacitance is 4pf. That minus 12 into 100. So that is equal to 4 × 10⁻⁻10. That much coulomb. യൂണിറ്റ് കൃത്യമായിട്ട് എഴുതുവാൻ വേണ്ടി ശ്രദ്ധ വെക്കുക. So we can move to the question number 25. A rectangular loop of area A and carrying a steady current I is placed in a uniform magnetic field. Derive the expression for torque acting on the loop. So നമുക്ക് അടുത്ത സ്ലൈഡിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. But we can move with the second part now. See, increasing the current density
may not necessarily increase the voltage sensitivity of a galvanometer. നമുക്കറിയാം കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടാണ് എന്ന് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ബട്ട് വി ഫൈൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എ ബി the division by K. So their K is called the torsional rigidity. അതൊരു മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആകുന്ന കൺസെപ്റ്റാണെന്ന് നമുക്കറിയാം. ബി ദ മാഗ്നറ്റിക് ഫീൽഡ്, എ ദറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ, എൻ ദ നമ്പർ ഓഫ് ടേൺസ്. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ഹാവ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് അറ്റ് ഫസ്റ്റ്, ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ആണെങ്കിൽ. പക്ഷേ ഇവിടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ എഴുതുമ്പോൾ യെസ് വി ക്യാൻ സേ ദ ഡിഫ്ലക്ഷൻ ഫോർ യൂണിറ്റ് പൊട്ടൻഷ്യൽ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് പൊട്ടൻഷ്യൽ ആസ് ദ കറണ്ട് ഇൻ ടു റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ that is alpha by A is what? That is the current sensitivity by R. So that is equal to NAB by that is a K into R. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ സപ്പോസ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ എന്ന് പറയുന്നത് ഇവിടെ കൂടും. പക്ഷെ അതേ സ്ഥാനത്ത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഡിനോമിനേറ്ററിലുണ്ട്, അതും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കാം. സോ അതുകൊണ്ടാണ് ഇൻക്രീസിങ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി may not necessarily increase the voltage sensitivity of the galvanometer. Look, നമ്മുടെ ടോർക്കിൻ്റെ റിലേഷനിലേക്ക് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ലൂപ്പ് rectangular in a uniform magnetic field. Let theta be the angle between. ഈ ആംഗിളിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൂപ്പും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഫീൽഡാണ് എന്ന് വെച്ചാൽ പ്ലെയിൻ ഓഫ് ദ ലൂപ്പും നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റയായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എസ് പി ആൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ക്യു ആർ. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ ഫോഴ്സ് ഓൺ ദാറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറുകളുടേത് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം എൽ ഇൻറ്റു ബി ക്രോസ് ബി. ആ ബി എന്ന് പറയുന്നതിൻ്റെ ലെങ്താണ്, ബി മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കിട്ടി. പക്ഷേ ഡയറക്ഷനും നമുക്ക് കിട്ടി. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ടും ഒരേ ലൈൻ ഓഫ് ആക്ഷനിലാണ്, ഓപ്പോസിറ്റാണ്. അവ തമ്മിൽ ക്യാൻസലായി പോകുമെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ രണ്ട് എസ് ആറും അതോടൊപ്പം പി ക്യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ ലെങ്ത് എൽ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഐ എൽ ബി അവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് കൊണ്ട് ഐ എൽ ബി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്കെടുക്കാം. പക്ഷേ അവർ രണ്ടുപേരുടെയും ഡയറക്ഷൻ ഒന്ന് നോക്കി, ഒരെണ്ണം മുന്നോട്ടാണെങ്കിൽ ഒരെണ്ണം പുറകോട്ടാണ്. അപ്പോൾ ഡിഫറൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ ഉള്ളതുകൊണ്ട് അവ ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ തീറ്റയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അപ്പം സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം ഇവിടെ വൺ ഫോഴ്സ് ഈസ് ദിസ് വൺ ആൻഡ് വൺ ഫോഴ്സ് ഈസ് ഇൻ ദിസ് വേ. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷനാണ്. അതാണ് എഫ് പി ക്യു ഇൻറ്റു പി എൻ. എഫ് പി ക്യു നമ്മൾ കണ്ടുപിടിച്ചു ഐ എൽ ബി. പി എൻ എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ തീറ്റയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ടു ബി അഡ്ജസൻറ്റ് സൈഡ് ബൈ ദ ഹൈപ്പോട്ടിന്യൂസ്. സോ ബി കോസ് തീറ്റ. അപ്പോൾ അതിൽ ഐ എൽ ഇൻറ്റു എ എന്ന് പറയുന്നത് നമുക്ക് ഏരിയ ആയിട്ട് മാറി. നമ്പർ ഓഫ് ടേൺസ് എൻ ഉണ്ടെങ്കിൽ അത് എൻ ഐ ബി കോസ് തീറ്റ ആയിട്ട് മാറി. പക്ഷേ സാധാരണ രൂപത്തിൽ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ഏരിയ വെക്ടറുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ ഇത് പ്ലെയിനും ബിയുമായിട്ടുള്ളതാണ്. അപ്പോൾ അത് 5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളായിട്ട് മാറും. അതെന്ന് പറയുന്നത് 90-5 എന്ന് പറയുന്നത് 90 - തീറ്റ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീറ്റയ്ക്ക് പകരം 90-5 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NIAB sin 5.
അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം ഏരിയ ഇൻറ്റു കറണ്ട് NIA എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോയുടെ റിലേഷൻ എന്ന് പറയുന്നത് MB sin phi ആയിട്ട് മാറി. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വെക്ടർ കൺസെപ്റ്റിൽ നമുക്ക് ടോ എന്ന് പറയുന്നത് M×B ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്, ഓർത്തിരിക്കുക. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു M×B. See number 26. The work function of cesium metal is 2.14. So the work function is 2.14 electron volt. With a frequency, the light frequency 6 into 10 to the 14 hertz. Incident on the metal surface, photoelectrons or photo emission of electrons occurs with H is equal to 6.6 into 10 to the power of minus 34. So നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ ഓഫ് എ മെറ്റൽ, ഇറ്റ് ഈസ് ദ മിനിമം energy required by an electron to just escape from the metal surface so as to overcome the restraining forces on the surface. അപ്പോൾ നമ്മുടെ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നോക്കൗട്ട് ആക്കാൻ വേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ വർക്ക് ഫങ്ഷനായിട്ട് നമ്മൾ പറയാം. അത് 1-2 എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ സീഷ്യം മെറ്റലിന് അറൗണ്ട് 2.14 ഇലക്ട്രോൺ വോൾട്ടാണ്. പക്ഷേ അതേ സ്ഥാനത്ത് പ്ലാറ്റിനം മെറ്റീരിയലിനാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് 5.65 ഇലക്ട്രോൺ വോൾട്ടാണ്, ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇനി അതേ സ്ഥാനത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. സോ വി നോ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം. സോ ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ½ mv² ഈസ് ഈക്വൽ ടു, സിമ്പിളായിട്ട് നമുക്ക് പറയാം, hν മൈനസ് hν 0. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു hν മൈനസ് വർക്ക് ഫങ്ഷൻ. ഇതാണ് നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ½ mv² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഫങ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ദാറ്റ് ഈസ് 2.14 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ഈ hν നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ hν/E ആയിട്ട് മാറും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6.6 ഇൻറ്റു 10 to the power of minus 34 ഇൻറ്റു frequency as a 6 into 10 to the power of 14, that division by 1.6 into 10 to the power of minus 19. So നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ we get as 2.475 minus 2.14. So we get the value equal to 0.335 electron volt. So that is the maximum kinetic energy of photoelectrons. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് ദ ലാസ്റ്റ് പാർട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ given to the collector plate or anode with respect to the emitter or cathode at which photoelectric current becomes 0. That is called stopping potential. അപ്പോൾ നമ്മുടെ
ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്ന തരത്തിൽ എന്തുമാത്രം പൊട്ടൻഷ്യൽ നമ്മൾ ആനോഡിൽ നമ്മൾ കൊടുക്കണം വിത്ത് റെസ്പെക്ട് ടു ദ കാഥോഡ്. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. സോ സ്വാഭാവികപരമായിട്ടും ദാറ്റ് കൈനറ്റിക് എനർജി ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇ ഇൻറ്റു V0. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യലാണ്. സോ വി ഹാവ് ഇറ്റ് ടു വി നോ ദ കൈനറ്റിക് എനർജി ദാറ്റ് വാല്യൂ ഈസ് 0.335 electron volt. So we have it divided with E. So the potential V0 is 0.335 volt. So that is a value. So നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. ഒന്ന് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, what is the maximum kinetic energy with the photoelectron, and the third concept is what is the stopping potential. വളരെ ഗുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്പർ 27. A V-stop bridge is shown in the figure. Derive a relation connecting the 4 resistors for the galvanometer to give 0 null deflection. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നെയിം എ പ്രാക്ടിക്കൽ ഡിവൈസ് വിച്ച് യൂസസ് ദിസ് പ്രിൻസിപ്പിൾ. നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, നമ്മുടെ ക്രിച്ചോഫ്സ് 2ാം റൂളും 1ാം റൂളും ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും നമ്മളത് സോൾവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ, ഇത് I1 ആണെന്നിരിക്കട്ടെ, ഇത് I2ഉം ഇത് I3ഉം ആണെങ്കിൽ സിഗ്മ I എന്ന് പറയുന്നത് 0 ആയിട്ടെടുക്കുക. ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് എൻട്രിങ് കറണ്ടിനെ പോസിറ്റീവായിട്ടും ലീവിങ് കറണ്ടിനെ നമ്മുടെ നെഗറ്റീവായിട്ടുമായിട്ടും സൈൻ കൺവെൻഷൻ എടുക്കുക. സോ I1 = I2 + I3 എന്നുള്ള കാര്യം ഓർക്കാം. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൂപ്പ് റൂളാണ്. അപ്പോൾ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത് ഇൻ എ സർക്യൂട്ട് സിഗ്മ I × R എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ അതിനകത്ത് നമ്മുടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർത്തിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ ഓർക്കുക ദാറ്റ് ഈസ് ടേക്കൺ ആസ് -R. അതിനു പകരം നമ്മളുടെ രണ്ടാമത്തെ കേസായിട്ട് എടുക്കുന്നത്, ഇപ്പോൾ ഇത് കറണ്ട് ഫ്ലോ ആണ് എന്നിരിക്കട്ടെ, പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആണെന്നെങ്കിൽ ഇതിനെ I × R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ സെല്ലിൻ്റെ കേസസിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിലേക്കാണെങ്കിൽ +E ആയിരിക്കും, അല്ലെങ്കിൽ അത് -E ആയിരിക്കും. ഇത്രയും കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് വീസ്റ്റോൺ ബ്രിഡ്ജ് ഡെറൈവ് ചെയ്യാൻ വളരെ ഈസിനെസ് ഉണ്ടായിരിക്കും, ഓർക്കുക. അപ്പോൾ എങ്ങനെയാണ് ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും അതിന് സൈൻ കൺവെൻഷൻസ് എന്തൊക്കെയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന R1, R2, R3, R4നെ ഇവിടെ സിമ്പിളായിട്ട് PQRSS എന്നാണ് കാണിച്ചിരിക്കുക. PQRS എന്ന് പറയുന്ന, ഇപ്പോൾ ഇത് ഗാൽവനോമീറ്റർ സെൻട്രൽ ആമാണ്, ദ കറണ്ട് I ഈസ് ഫ്ലോയിങ്. അതിനെ നമ്മൾ 2 കമ്പണൻറ്റുകളായിട്ട് മുറിച്ചു. Pയിലേക്ക് I1, ദെൻ Rലേക്ക് ഉറപ്പായിട്ട് നമുക്കറിയാം I - I1 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ IG എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങോട്ട് വന്നു. സോ അത് I1 - I2 ഇങ്ങനെയായി. സോ D എന്ന് പറയുന്ന പൊസിഷനിൽ ഇവിടെ IG കൂടെ ആഡപ്പ് ചെയ്തു. സോ ബട്ട് ഇവിടെ വരുമ്പോൾ അത് I ആയിട്ട് തന്നെ തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ക്രിച്ചോഫ്സിൻ്റെ ലൂപ്പ് റൂൾ നമ്മൾ കൊടുക്കുകയാണ്, ABDA എന്നുള്ള കൺസെപ്റ്റ്. സോ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് സോ വി ക്യാൻ സേ -I1 × P. ഇവിടെ വരുമ്പോൾ IG × G. സോ മൈനസ് ആണ്, കാരണം കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോകുന്നു, ഇവിടെ ഓപ്പോസിറ്റ് വരുന്നു. സോ I - I1 × R = 0. അതേപോലെ നമുക്ക് ലൂപ്പ് റൂള് രണ്ടാമത്തെ BCDB നമുക്ക് അപ്ലൈ ചെയ്യാം. സോ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. സോ I1 - IG × -Q പ്ലസ് ഇവിടെ വരുമ്പോൾ ഓപ്പോസിറ്റ് ആണ്. സോ പ്ലസ് ഇട്ടു IG × G = 0. അപ്പോൾ ഇവിടെ IG = 0 ആകുമ്പോഴാണ് ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. സോ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കിട്ടും P/Q = R/S. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ.
ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മളുടെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ ഓർക്കുക, അതിൻ്റെ റിലേഷൻസ് ഓർക്കുക. പക്ഷേ അതെല്ലാം കിട്ടുന്നത് P/Q=R/S എന്നാണ്. P ആയിട്ട് ഇവിടെ ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ബോക്സും Q ആയിട്ട് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസും ഇവിടെ ബാലൻസ് ചെയ്യുന്ന എയിൽ നിന്നുള്ള ലെങ്ത് എല്ലും. അപ്പോൾ ഉറപ്പായിട്ട് JB എന്ന് പറയുന്നത് 100 - L മാറും. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ റിലേഷൻ എഴുതി R/X = L/100 - L. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അവിടെ വഴി നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ മീറ്റർ ബ്രിഡ്ജ് കൺസെപ്റ്റ്. നമ്പർ 28 നമുക്ക് 3 ക്വസ്റ്റ്യനുകളാണുള്ളത്. ദ കറണ്ട് ത്രൂ ആൻ AC സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ the magnitude of the applied voltage and impedance of the circuit. Write any two factors on which the impedance of a series LCR circuit. And B, draw the impedance diagram of LCR circuit and write the expression for the power factor. And C, a sinusoidal voltage of peak value 228 volt and frequency 50 Hz is applied to a series LCR circuit in which R is equal to 3 ohm, L is equal to 25.48 millihenry and C is equal to 796 mA. Find the impedance of the circuit. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറയണം. നമ്മുടെ പവർ ഫാക്ടറിലേക്ക് എത്തണം. സോ ഇവിടെ ഇൻഡക്ടർ, കപ്പാസിറ്റൻസ് ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കൺസെപ്റ്റുകൾ ഇതാണ്. റെസിസ്റ്റൻസിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. ഇൻഡക്ടറിൽ വരുമ്പോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ π/2 ആണ്. പക്ഷേ കപ്പാസിറ്ററിലെ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് വരച്ചിരിക്കുന്നതെന്ന് നോക്കി. കറണ്ട്, പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്റ്റൻസ്, പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ. സോ ദാറ്റ് ഈസ് ദ ഫേസർ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ സപ്പോസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്റ്റൻസ് ആണ് കൂടുതലാണെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് മേപ്പോട്ടത്തേക്ക് നെറ്റ് വാല്യൂവിലേക്ക് വരികയാണ്, VL - VB. സോ അവ തമ്മിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും അവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ E എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് എഴുതാം √VR² + VL - VC ² അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഈ ഡിവിഷൻ ബൈ എസ് റെസിസ്റ്റൻസിലേക്ക് മാറ്റാം. സോ ഇംപിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു √R² + XL - XC ² or ωL - 1/ωc ² സോ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ അത് ഏതിനെ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസിനെ, ഇൻഡക്റ്റൻസിനെ, കപ്പാസിറ്റൻസിനെ, ഫ്രീക്വൻസിയെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് we have to find the power factor. പവർ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം പവർ ഫാക്ടർ cos 5 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. cos 5 എന്ന് പറയുന്നത് R/Z ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R ഡിവിഷൻ ബൈ Z വാല്യൂ. Z വാല്യൂ ഇസ് വാട്ട് √R² + XL or ωL - 1/ωc ² സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഫൈൻഡ് ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ടിന് നമുക്ക് സിമ്പിളായിട്ട് റിലേഷൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു R² XL - XC ² അപ്പോൾ നമുക്ക് ആദ്യം XL നമുക്ക് കണ്ടുപിടിച്ചാൽ അത് ωL ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് 2πf × ഇൻഡക്റ്റൻസ് ആണ്. ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 Hz ആയിട്ടാണ് പറയുന്നത്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 25.48 മില്ലി. അപ്പോൾ 10⁻³ സോ നമ്മൾ സോൾവ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് 8 ohm. അതേപോലെ തന്നെ നമുക്ക് XC കണ്ടുപിടിച്ചാൽ 1/ωc ആണ്. സോ 1/2πf × കപ്പാസിറ്റൻസ് ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 796 × 10⁻⁻⁶. സോ ആ വാല്യൂ നമ്മൾ സോൾവ് ചെയ്താൽ യു ഗെറ്റ് ദ വാല്യൂ ആസ് 4 ohm.
നമുക്ക് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലുക്ക്, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് 3 ഓം ആണ്. എക്സ് എൽ എന്ന് പറയുന്നത് 8 എന്ന് നമുക്ക് കിട്ടി. എക്സ് സി എന്ന് പറയുന്നത് 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 9 പ്ലസ് 16 ആണ്. സോ ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് 5 ഓം ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. എ ഗുഡ് ക്വസ്റ്റ്യൻ. So we can move with question number 29. A long slit is illuminated by blue light and the diffraction pattern is obtained on a white screen. How the width of bands change as the distance from the center increases. So നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഫിഗർ ഒന്ന് നോക്കുക. സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്താണ് ഈ കാണിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് മാക്സിമ, ഇത് സെക്കൻഡ് മാക്സിമ. See here the first secondary maxima, സെക്കൻഡറിയിലെ രണ്ടാമത്തെ മാക്സിമം. അപ്പോൾ സെൻട്രൽ എന്ന് മൂവ് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും വിഡ്ത്ത് ഡിക്രീസസ് ചെയ്യുന്നുണ്ട് ഫോർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. സോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ കർവാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് width of the band decreases from the center. ഇത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അടുത്ത് പറയുന്നത് what happened to the width of the pattern if yellow light is used instead of blue light. width of the pattern, ഇപ്പോൾ നമ്മൾ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത്, ലീനിയർ വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്താലും ദാറ്റ് ലീനിയർ വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം വിബ്ജിയോർ. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് യെല്ലോ ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബ്ലൂ. അപ്പോൾ അവിടെ വേവ് ലെങ്ത് ഇൻക്രീസസ് ചെയ്യുകയാണ്. അപ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻക്രീസസ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സി നമ്പർ സി. ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.03 centimeter and the screen is placed 1.5 meter away. The distance between the center fringe and the fourth bright fringe is given as 1 centimeter. Determine the wavelength of light used. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ nth ബ്രൈറ്റ്. നമുക്കറിയാം as n lambda capital D by small d. അവിടെ നമുക്ക് വേവ്ലെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ xn d division by n capital D. xn എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് പറയുന്നത്. d as 0.03 × 10⁻². n എന്ന് പറയുന്നത് 4 ആയിട്ടാണ് തന്നിരിക്കുക. ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 3/2 ആണ്. സോ ഓൺ സോൾവിങ് യു ഗെറ്റ് ദ വാല്യൂ as 0.5 × 10⁻⁶, or we can say as 500 nanometer. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what do you mean by the limit of resolution of an optical instrument? അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ടെലസ്കോപ്പിൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പിലൂടെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് രണ്ട് ഓബ്ജക്ട്സുകളെ രണ്ടായിട്ട് കാണുന്നതിന് അവ തമ്മിലുള്ള മിനിമം ആംഗുലർ സെപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.22 lambda division by a. So the minimum separation between the two objects in order to see them clearly and distinctly. രണ്ട് ഓബ്ജക്റ്റുകളെ രണ്ടായിട്ട് കാണുന്നതിനു വേണ്ടി അവ ഇരിക്കുന്ന മിനിമം സെപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് ഒന്ന് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ആൻഡ് എ ഈസ് ദ അപ്പർച്ചർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. So that is the limit of resolution of a telescope. See,
The question number 30. The transfer characteristic of NPN transistor in common emitter configuration is shown in figure. Look, the first question, find the cutoff region, active region and saturation region. So, this one is called, that is the cutoff region. The second one is called the active region. And the third one, that is called the saturation region or on state saturation region. In which of these regions the transistor is said to be off? Off on the first region, that is the cutoff region, and region 1, and maybe on region that saturation region, that is the third one. So that is a very important question. And see number C. See here, a common emitter transistor amplifier is given. So the circuit, the audio signal voltage across the collector resistance. Collector resistance and value namukku 2 kilo ohm, and with a potential across the collector as 2 volt. The current amplification factor is given as 100. Then calculate the value of signal current through the base. IB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് ബീറ്റയും IBയും തമ്മിൽ റിലേറ്റ് ചെയ്യാം അല്ലേ? ഔട്ട്പുട്ട് കറണ്ട് ഡിവിഷൻ ബൈ ഇൻപുട്ട് കറണ്ടാണ്. അപ്പോൾ IB കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വി നീഡ് IC ആൻഡ് ബീറ്റ ഈസ് ദെയർ. സോ IC കണ്ടുപിടിക്കണം. ഈ രണ്ട് ഫാക്ടർ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം കളക്ടറിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് IC ഇൻറ്റു RC അല്ലേ? സോ IC ഈസ് ഈക്വൽ ടു VC ബൈ RC അല്ലേ? VCയുടെ വാല്യൂ ഇവിടെ 2 വോൾട്ട് എന്നാണ് പറയുക. സോ ബൈ 2 കിലോ ഓം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ICയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ബൈ B നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആസ് 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁵ ആംപിയർ. സോ വി ഗെറ്റ് ദ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് വൈൽ കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. വൈ? അപ്പോൾ അവിടെ നമ്മളൊരു സാധാരണ ഒരു ട്രാൻസിസ്റ്റർ എടുക്കുമ്പോൾ അതിൽ 3 റീജിയൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ഹിയർ ഇറ്റ് ഈസ് എമിറ്റർ, ദിസ് ഈസ് എസ് ബേസ് ആൻഡ് ദിസ് ഈസ് ദ കളക്ടർ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ ഡോപ്പിംഗ് ഓഫ് എമിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കളക്ടറിനെക്കാളും ബേസിനെക്കാളും ആണ് നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ Y എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, എമിറ്റർ ഈസ് ദ സോഴ്സ് ഓഫ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ. അതുകൊണ്ടാണ് അത് ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട്. സപ്ലയർ ആയതുകൊണ്ട് അവരിൽ നിന്ന് ചാർജ് ക്യാരിയേഴ്സ് ബേസിലൂടെ കടന്നു പോകണമെങ്കിൽ, അവനൊരു കണ്ടക്ടറായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ആൾവേസ് റിവേഴ്സ് ബയാസ്ഡ് ആകണം. എന്നാൽ മാത്രമേ കളക്ടറിൽ ചാർജ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേരുകയുമുള്ളൂ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമ്മൾ 3 വീഡിയോയിലായിട്ടാണ് ഈ 30 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.